ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് C# എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് കൺസോൾ എന്ന് പറയുന്നത് ക്ലാസ് കൺസോൾ എന്ന് പറയുന്ന ക്ലാസ്സിലെ റൈറ്റ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡ്. ആ മെത്തേഡിനുള്ളിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് ഇതുപോലെ നമ്മളൊരു ഡബിൾ കോട്ടിനുള്ളിൽ കൊടുക്കുന്നു. അതിനുശേഷം സെമിക്കോളൻ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്ത് നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടെർമിനലിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കൺസോൾ ആപ്ലിക്കേഷനാണ്. കൺസോൾ ആപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ റിസൾട്ടൊക്കെ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ലഭിക്കുക ഇതുപോലെയുള്ള ഒരു കമാൻഡ് പ്രോംപ്റ്റിലായിരിക്കും, ഒരു ടെർമിനലിലായിരിക്കും ലഭിക്കുക. സോ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺസോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഈസിയായി നമുക്ക് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. സോ നമുക്ക് ആദ്യം നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS Code ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. സോ നമ്മൾ VS Code ഓപ്പൺ ചെയ്യുന്നു. VS Code നമ്മൾ ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. VS Code ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ളൊരു വിൻഡോ ആയിരിക്കും ലഭിക്കുക. നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. നമ്മൾ ഫയലിൽ പോയതിനു ശേഷം ഓപ്പൺ ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. കോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ ഞാൻ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ C# ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു പേരായിരിക്കും നമ്മുടെ പ്രൊജക്റ്റിനും ലഭിക്കുക. സോ ഞാൻ ഈ C# ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, C# ട്യൂട്ടോറിയൽ. സോ ഈ ഒരു പേരായിരിക്കും നമ്മുടെ പ്രൊജക്റ്റിന് ലഭിക്കുക. സോ ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്ത ശേഷം സെലക്ട് ഫോൾഡർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെർമിനൽ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു നമ്മൾ ഓപ്പൺ ചെയ്ത ആ C# ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്കിവിടെ നേരത്തെ ചെയ്ത പോലെ നമ്മൾ .NET എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് .NETൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. സോ .NET info എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് നേരത്തെ ലഭിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. SDKയും അതുപോലെ അതിൻ്റെ റൺ ടൈം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ആദ്യം നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് .NET ന്യൂ എന്ന് കൊടുക്കാം. ന്യൂ എന്ന് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൺസോൾ ആപ്പാണ്. സോ നമ്മളിവിടെ കൺസോൾ എന്ന് കൊടുക്കാം, എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമുക്കിവിടെ കുറച്ച് ഫയൽസൊക്കെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അതിനർത്ഥം നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് കൺസോൾ ആപ്പ് എന്ന് പറയുന്നൊരു പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കുറച്ച് പുതിയ ഫയൽസൊക്കെ വന്നതായി നിങ്ങൾ കാണാൻ സാധിക്കും. സോ നമ്മൾ നമ്മുടെ പുതിയ ഒരു പ്രൊജക്റ്റ് നമ്മളിപ്പോൾ ഇവിടെ C# ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിലെ ഒരു ഫയലാണ് നമ്മളിവിടെ കാണുന്നത്, program .cs എന്ന് പറയുന്നത് C# എക്സ്റ്റൻഷനാണ്. ഇതിലാണ് നമ്മൾ നമ്മുടെ കോഡെല്ലാം എഴുതുന്നത്. സോ നമ്മൾ ഇതുപോലെ ഒരു വാർണിംഗ് വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ എക്സ്റ്റൻഷനിൽ വരിക, ഈ ഭാഗത്ത് വരിക. എക്സ്റ്റൻഷനിൽ വന്നതിന് ശേഷം നമുക്കൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കോഡിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടി നമുക്കൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ C# എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. C# എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെയുള്ള ആദ്യത്തെ റിസൾട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണ്. സോ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ അൺഇൻസ്റ്റാൾ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിവിടെ അൺഇൻസ്റ്റാൾ കാണിക്കുന്നത്. ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും program.cs ഫയലിൽ വരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത്. ഈ ആപ്പ് ചെയ്യുന്നത് ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് നമ്മുടെ ടെർമിനലിൽ നമ്മുടെ കൺസോളിൽ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. ഇത് റൺ ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ .NET റൺ എന്ന് കൊടുക്കുക, റൺ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്കിവിടെ ആ ഒരു റിസൾട്ട് ഇവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ കൺസോൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. റൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതിലുള്ളൊരു മെത്തേഡാണ്. ഈ മെത്തേഡിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സ്ട്രിങ് ആണ് നമുക്ക് പ്രിൻ്റ് ആയി വരുന്നത്. സോ നമുക്ക് തൽക്കാലം ഇത് താഴോട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനുള്ളിലുള്ള കണ്ടൻറ്റ് മാറ്റി കൊടുക്കുന്നു, ലേൺ C# എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യാം. സോ നമുക്ക് വീണ്ടും .NET റൺ എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റ് കൂടി നമുക്കിതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഹലോ വേൾഡ്, രണ്ടാമത് ലേൺ C#. അതുപോലെ നമുക്ക് മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്, കൺസോൾ
റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മളിവിടെ ഹലോ എന്ന് കൊടുക്കുന്നു. സോ ശേഷം നമ്മളൊരു സെമികോളൻ കൊടുക്കാൻ മറക്കരുത്. സേവ് ചെയ്യാം. സോ നമ്മൾ റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 കാര്യങ്ങളും ഇതുപോലെ പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഹലോ വേൾഡ്, ലേൺ C#, ഹലോ. സോ ഇപ്പോൾ റൈറ്റും റൈറ്റ് ലൈനും തമ്മിലുള്ള വ്യത്യാസം, റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺസോളിൽ ഒരു കാര്യം നമുക്കിതുപോലെ പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഔട്ട്പുട്ടായി പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ റൈറ്റ് ലൈൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് പുതിയൊരു ലൈനിലായിരിക്കും വരിക. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് റൈറ്റ് ഉപയോഗിച്ച് മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാം. ഹലോ. രണ്ടാമത് നമുക്ക് വേൾഡ് എന്ന് കൊടുക്കാം. വേൾഡ്, സേവ് ചെയ്യാം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കോഡായിട്ടുള്ള ഹലോ വേൾഡ് നമുക്കിവിടെ പ്രിൻ്റായി. രണ്ടാമത് നമുക്ക് ലേൺ C# പ്രിൻ്റായി. മൂന്നാമതായി നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് ഒരുമിച്ച് പ്രിൻ്റായി. അതിന് കാരണം നമ്മൾ റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിച്ചത്. റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോവില്ല. നെക്സ്റ്റ് ലൈനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് റൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുപോലെ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ നിങ്ങൾക്കൂടെ 2 ഇതുപോലെ / കാണാൻ സാധിക്കും. ഇതിനെ നമ്മൾ കമൻറ്റ് എന്നാണ് വിളിക്കുന്നത്. സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം എഴുതുന്ന ഏതൊരു കാര്യവും ഇത് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കില്ല. സോ നമ്മളിത് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ഇവിടെ ഈ ഹലോ വേൾഡിന് ഇതുപോലെ നമ്മൾ 2 / കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹലോ ആ ഒരു കാര്യം നമുക്ക് പ്രിൻ്റ് ആവുന്നതായിരിക്കില്ല. ലേൺ C# അവിടെ നിന്ന് മാത്രമേ പ്രിൻ്റ് ആവുകയുള്ളൂ. ഓക്കെ, അതുപോലെ നമുക്ക് മറ്റു ഈ രണ്ടും നമുക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരാം. ഇതുപോലെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാം. നമ്മൾ കൊടുത്ത അവസാനത്തെ കാര്യം മാത്രമേ നമുക്കിവിടെ പ്രിൻ്റ് ആവുകയുള്ളൂ. വേൾഡ് എന്ന് പറയുന്ന കാര്യം മാത്രമേ പ്രിൻ്റ് ആവുകയുള്ളൂ. സോ നമുക്ക് തൽക്കാലം ഇത്രയും കാര്യം ഡിലീറ്റ് ചെയ്യാം. സോ നമുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യാം. നമുക്കൊരു കാര്യം കൂടി സിമ്പിളായിട്ട് നോക്കാം. സോ നമ്മളിവിടെ console.writeLine നമ്മളിതിനുള്ളിൽ 10+10 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ 10+10 എന്ന് കൊടുത്ത് നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന്. സോ നമുക്കിവിടെ 20 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. സോ നമ്മളിതിൽ പഠിച്ചത് കൺസോളിൽ റൈറ്റ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ആ മെത്തേഡിനുള്ളിൽ കൊടുക്കുന്ന കാര്യം നമുക്ക് നമ്മുടെ കൺസോളിൽ ഔട്ട്പുട്ടായി ലഭിക്കുന്നതായിരിക്കും. സോ മറ്റു കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും ചാപ്റ്ററുകളിൽ പഠിക്കുന്നതായിരിക്കും.